തീർച്ചയായിട്ടും. നോക്കൂ, ഇവിടെ ഈ ഒരു വിഷയം വളരെ വലിയ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന സമയത്ത് CPM-ന്റെ ഭാഗത്തു നിന്ന് പല തരത്തിലുള്ള ക്യാപ്സൂളുകൾ ഇറക്കിയിട്ടാണ് അവരതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അതിൽ ആദ്യം തന്നെ അവർ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന നിലയ്ക്കാണ്. അത് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന നിലയ്ക്കാണ് ഇവരെല്ലാവരും തന്നെ പ്രതികരിച്ചത്. പക്ഷെ അതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന നിലയ്ക്കുള്ള അവരുടെ ഒരു വാദം അധികം നീണ്ടു നിന്നില്ല. കാരണം ഇത് ഒരു ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഒരു ഉത്തരവാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വാദം അവിടെ വിലപ്പോകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന രണ്ട് ക്യാപ്സൂളാണ്. അതിലൊന്ന്, ഇത് വളരെ സുതാര്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് CPM തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇറക്കുന്നു. സാധാരണഗതിയിൽ പാർട്ടി അംഗമല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവര് വേണമെങ്കിൽ അവർ സ്വയം ഡിഫെൻഡ് ചെയ്യണം, വിശദീകരിക്കണം എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ ആ കീഴ്വഴക്കങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടത് CPM-ന്റെ തന്നെ സംസ്ഥാന സമിതി ഈ കാര്യത്തിൽ ഒരു പ്രസ്താവന ഇറക്കുന്നു. ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായിട്ടുള്ളതും നിയമപരവുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണിത്. അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല എന്നവർ പറഞ്ഞു. പിന്നീട് അതേ പാർട്ടി ലൈൻ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ക്യാപ്സൂൾ ഇന്ന് നിർവീര്യമാക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെയാണ് ചുമതലപ്പെടുത്തിയത്, രണ്ട് സംസ്ഥാനങ്ങളിൽ. അതിലൊന്ന് കർണാടകവും ഒന്ന് കേരളവുമാണ്. ഇതിൽ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചിരിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരാണ്. അപ്പൊ അവരതിൽ നിന്ന് അന്വേഷിച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലായിരിക്കുന്നത് അപ്പൊ ഒരു ഫുൾ ഫ്ലെജ്ഡ് എൻക്വയറി എന്ന രീതിയിലല്ല, പ്രാഥമികമായിട്ടുള്ള അന്വേഷണമാണ്. അതിൽ അവർക്ക് മനസ്സിലായിരിക്കുന്നത് വളരെ വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസസ് അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ചില വയലേഷൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ഒഫൻസസും അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ക്രമക്കേടുകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കുറ്റകൃത്യങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പുറത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകണം എന്ന് ROC ബാംഗ്ലൂർ റെക്കമെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് സുതാര്യമായിട്ടുള്ള ഒരു ഇടപാടാണ് എന്ന് CPM പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന അവിടെ തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. ആ ഒരു ക്യാപ്സൂൾ അവിടെ നിർവീര്യമാക്കപ്പെടുകയാണ്. ഇനി കേവലം ഇവരുണ്ടാക്കുന്ന കമ്പനി ഒരു കരാറല്ലല്ലോ. ഈ കരാർ ഉണ്ടാക്കുന്നത് CMRലുമായി ബന്ധപ്പെട്ടാണ്. CMRലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എറണാകുളമാണ്. അവര് അന്വേഷിക്കുമ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത് എന്നതിനെ പറ്റി പറയുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം CMRലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന മറുപടി ഒന്നുകിൽ അവ്യക്തമാണ്, വേഗാണ് എന്ന് പറയുന്നു. രണ്ടാമത് ഇവേസീവ് ഇൻ നേച്ചർ എന്നാണ്. അതായത് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവര് ശരിയായിട്ടുള്ള ഉത്തരം പറയാതെ അതിൽ നിന്ന് വഴുതി മാറാനായിട്ട് അവർ ശ്രമിക്കുന്നുവെന്നാണ്. അപ്പൊ ഇത് സുതാര്യമായിട്ടുള്ള ഒരു ഇടപാടായിരുന്നു, നിയമപരമായിട്ടുള്ള ഒരു ഇടപാടായിരുന്നു ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇങ്ങനെ വഴുതി മാറേണ്ടുന്ന കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മറുപടി പറയേണ്ടുന്ന കാര്യമോ ഇനി എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പൊ CPM-ന്റെ സുതാര്യത എന്ന് പറയുന്ന ക്യാപ്സൂളോടെ പരാജയപ്പെട്ടു. ഇതിനോടൊപ്പം തന്നെ പറയേണ്ടത് രണ്ടാമതൊരു ക്യാപ്സൂൾ, അത് മുഖ്യമന്ത്രി അടക്കം ഉപയോഗിച്ച ഒരു ക്യാപ്സൂളാണ്. ആ ക്യാപ്സൂളിൽ പറഞ്ഞിരുന്നത് ഇത് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഏകപക്ഷീയമായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വിധിയാണ്. അവിടെ ഈ വിധി ഗുരുതരമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പരാമർശിക്കപ്പെടുന്നത് എക്സാലോജിക് എന്ന കമ്പനിയാണെങ്കിലും അവരെ കേട്ടില്ല, അവരെ കേൾക്കാനുള്ള സൗമനസ്യമോ അവർക്ക് കേൾക്കപ്പെടാനുള്ള ഒരു അവസരമോ അവിടെ നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ഇടത് നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞതാണ്. അപ്പൊ അവരെ കേട്ടില്ല എങ്കിൽ ഇവിടെ അവരിൽ നിന്ന് ഒരു വ്യക്തമായിട്ടുള്ള വിവരം ഇവരിവിടെ ആരാഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ ഇൻക്വയറി എന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അവിടെ ഇൻക്വയറി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇൻക്വയറിയിൽ നിന്നാണ് ഇവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് അവിടെ വയലേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ഒഫൻസസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ അവരെ കേട്ടില്ല എന്നുള്ള വാദത്തിനും ഇനി പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്ടികളെയും ഈ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ROCകൾ രണ്ട് സംസ്ഥാനത്തിൽ കേട്ടിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഇതിൽ വന്നിരിക്കുന്നത് KSIDCയുമായി ബന്ധപ്പെട്ട ഇൻവോൾവ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ CMRൽ 14% സ്റ്റേക്ക് ഉള്ളത് KSIDCക്കാണ്. അപ്പൊ KSIDCയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. KSIDCയോട് ചോദിക്കുന്ന സമയത്താണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പൊ എക്സാലോജിക്കിനോട് ചോദിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരുടെ മറുപടി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവർ നോക്കുന്ന സമയത്ത് അതിൽ ക്രമക്കേടുകൾ കണ്ടിട്ടുണ്ടാകാം, വയലേഷൻസ് ഒക്കെ കുറേയധികം കണ്ടിട്ടുണ്ടാകാം. മറ്റുള്ള ആൾക്കാരോട് ചോദിക്കുന്ന സമയത്ത് മറുപടി കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ KSIDC സർക്കാരിന്റെ ഒരു സംവിധാനമായിരിക്കെ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ടുള്ള മറുപടിയെ നൽകിയിട്ടില്ല എന്നാണ്. കാരണം അതിൽ പറയുന്നത് അവരുടെ ഭാഗത്ത് അവരോട് ചോദിക്കുന്ന സമയത്ത്
to the allegations or the reply is not furnished by Kerala State Industrial Development Corporation Limited with respect to the notices issued by the ROC on the basis of the complaints. അപ്പോൾ പരാതി കിട്ടിയതിനു ശേഷം ശ്രദ്ധിക്കണം, ഒരു നോട്ടീസ് അല്ല, നോട്ടീസസ് ഇഷ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിലധികം നോട്ടീസുകൾ KSIDCക്ക് ROC എറണാകുളം കൊടുത്ത ശേഷം അതിന് മറുപടി പോലും നൽകാനായിട്ട് KSIDC തയ്യാറായിട്ടില്ല. അപ്പൊ എന്ത് സുതാര്യതയെക്കുറിച്ചാണ്, എന്ത് നിയമപരമായിട്ടുള്ള കരാറുകളെ പറ്റിയിട്ടാണ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇടപാടിനെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇടപെടലുകൾ പല ആൾക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യം നമ്മൾ കേട്ടത് എന്താണ്, ഇത് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിക്കുന്ന സമയത്ത് CMRൽ തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ഈ വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയിരിക്കുന്ന എക്സാലോജിക്കിന് നൽകിയിരിക്കുന്ന പണത്തിനെ കാണണം എന്നാണ്. അപ്പൊ അവിടെ ഒരു കരാറ് കൃത്യമായിട്ട് കാണുന്നില്ല, കരാറിലെ വ്യവസ്ഥകൾ എന്താണെന്നുള്ളതിനെ പറ്റി അറിയുന്നില്ല. ഒരുപക്ഷെ അത് പരിശോധിച്ചതിന് ശേഷം അവർ എന്ത് രീതിയിലുള്ള സേവനമാണ് അവിടെ നൽകിയിരിക്കുന്നത് എന്നതിനെ പറ്റി ഈ ബോർഡിന് പോലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. തന്നെയുമല്ല, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരോട് ചോദ്യം ചെയ്തതാണ്. അപ്പൊ അതിൽ ആൾക്കാരെല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കാർക്കും ഇങ്ങനെ എന്തെങ്കിലും സേവനം കിട്ടിയതായിട്ട് അറിയില്ല എന്നാണ്. ഒരാൾ മാത്രം പറയുന്നുണ്ട് ഞങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലുള്ള സേവനം കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ അവിടെ എന്ത് രീതിയിലുള്ള സേവനമാണ് എന്നതിനെ പറ്റി ഇവരെ ന്യായീകരിക്കാനിരിക്കുന്ന ഇടതുപക്ഷത്ത് നിന്നുള്ള ആൾക്കാരോ മുഖ്യമന്ത്രിയോ പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് രീതിയിലുള്ള സേവനമാണ് എന്നതിനെ പറ്റി പോലും പറയാതെ അത് മുഴുവൻ ഇങ്ങനെ ഒരു ഇരുട്ടത്ത് നിർത്തിക്കൊണ്ടാണ് ഇവർ ഇതിനെപ്പറ്റി ന്യായീകരിക്കുന്നത്. ഇവിടെ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ 3 കമ്പനികൾക്കും അവരുടെ ഇടപാടുകളെല്ലാം തന്നെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തന്നെ ഒരു കണ്ടെത്തലാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കരാർ അവിടെ കൊടുക്കാനുള്ള ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് പ്രശസ്തരായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധുത്വത്തെ തുടർന്നാണ് എന്നാണ്. അപ്പൊ ആ ബന്ധു ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ബന്ധുവിന് പണം കിട്ടിയിരിക്കുന്നതിനെ പറ്റി നമുക്കറിയാം. ആ പണം കിട്ടിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തുണ്ടുകടലാസുകളിൽ എഴുതിയിരുന്ന ഇനിഷ്യലുകൾ എന്താണ് എന്ന് നമുക്കറിയാം. പക്ഷെ ആ ഇനിഷ്യലുകളൊക്കെ കേട്ടപ്പോൾ പോലും മറ്റുള്ളവരുടെ ഒന്നും എനിക്കറിയില്ല, പക്ഷേ ആ PV ഞാനല്ല എന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ന്യായീകരണങ്ങളും പരാജയപ്പെട്ടപ്പോൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുടെ എല്ലാ ന്യായീകരണങ്ങളും പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്റ്റേക്കുള്ള KSIDC പോലെയുള്ള ഒരു സ്ഥാപനം കേന്ദ്ര സർക്കാരിന്റെ ഒരു എൻക്വയറിയുമായിട്ട് സഹകരിക്കുക പോലും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്തു പറഞ്ഞിട്ടാണ് ഇവർ പിടിച്ചു നിൽക്കുക എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ സമയത്ത് കേന്ദ്ര സർക്കാർ ഞങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന തൊടുന്യായം ഇനി വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഓർഡർ ആയിരുന്നുവെങ്കിൽ ഇത് കേന്ദ്രത്തിലെ ഒരു മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് 2 സംസ്ഥാനങ്ങളിൽ നടത്തിയിരിക്കുന്ന എൻക്വയറിയുടെ ഭാഗമായിട്ടുള്ള റിസൾട്ടാണ്. അതുകൊണ്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നു, ഒരു 3 അംഗ സമിതി ഉണ്ടാകുന്നു, 4 മാസത്തിനകത്ത് അന്വേഷണം പൂർത്തിയാക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. സാധാരണ രീതിയിൽ ഇതുവരെ കണ്ടിരുന്ന ക്യാപ്സൂളുകൾ ഇറക്കിയത് കൊണ്ട് ഇതിൽ നിന്ന് രക്ഷ നേടാനാകുമെന്ന് ഞാൻ കരുതുന്നില്ല. CPM-നാണെങ്കിലും എക്സാലോജിക്കിനാണെങ്കിലും മറ്റു ബന്ധപ്പെട്ട ആൾക്കാർക്കും പാർട്ടിക്കാണെങ്കിലും. അതെ.